ഇന്ന് കൃഷിസ്ഥലമില്ല, അതുപോലെ പച്ചക്കറി ഉണ്ടാക്കാനുള്ള ആളുകളില്ല, പച്ചക്കറി ഉണ്ടാക്കാനുള്ള സ്ഥലവുമില്ല, അതിനുള്ള ആരോഗ്യവും ഇല്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഈ കുമാരി പൂജ കർക്കിടക മാസത്തിൽ 9 ദിവസം നടത്തിയാൽ തന്നെ വളരെ വിശിഷ്ടമാണ്. ശ്രീദേവി ഭാഗവതം കർക്കിടക മാസത്തിൽ എല്ലാ സജ്ജനങ്ങൾക്കും പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമായി തീരും. ശ്രീദേവി ജഗദംബികേ ശരണം. ശ്രീമദ് ദേവി ഭാഗവതം വ്യാസഭഗവാൻ നാരദ മഹർഷി ഉപദേശിച്ചനുസരിച്ച് എഴുതിയതും അതിനുശേഷം അത് തൻ്റെ മകനായ ശ്രീശുഖബ്രഹ്മർഷിക്ക് പഠിപ്പിച്ച് അതിന് ലോകമാസകലം പരത്താനായിട്ടും പറഞ്ഞു. വ്യാസഭഗവാൻ 18 പുരാണങ്ങളും എഴുതിയ പരാശര മഹർഷിയുടെ മകനാണ് വ്യാസഭഗവാൻ. ആ വ്യാസഭഗവാൻ അനവധി ഇതിഹാസങ്ങളും പുരാണങ്ങളും വ്യാഖ്യാനങ്ങളും കൂടാതെ വേദത്തെ 4ആയിട്ട് ഭാഗിച്ച ഋഷീശ്വരനാണ്. ശ്രീമദ് ഭാഗവതം 18,000 ശ്ലോകങ്ങൾ, 336 അധ്യായങ്ങൾ, 12 സ്കന്ധങ്ങളോടുകൂടി വ്യാസഭഗവാൻ നിർമ്മിച്ചു. അത് നിർമ്മിച്ചു മനഃശാന്തി കിട്ടാതെ തൻ്റെ ശ്യാമപ്രാസം എന്ന ആശ്രമം വിട്ട് സരസ്വതി നദിക്കരയിൽ വന്ന് മനസമാധാനം ഇല്ലാതിരിക്കുന്നത് കണ്ട് നാരദ മഹർഷി അങ്ങോട്ട് എഴുന്നള്ളി. നാരദ മഹർഷി ചോദിക്കുകയാണ്, വ്യാസ എന്താ മുഖം പാടിയിരിക്കുന്നത് എന്നങ്ങനെ. വ്യാസം പറഞ്ഞു, അനവധി ഇതിഹാസങ്ങളും പുരാണങ്ങളും വ്യാഖ്യാനങ്ങളും എഴുതിയിട്ടും സമാധാനം കിട്ടില്ലെന്ന് നാരദ. അത് പറഞ്ഞോടുകൂടി നാരദ മഹർഷി പറഞ്ഞു, ദേവി ഭാഗവതം അങ്ങ് എഴുതിയാൽ അങ്ങക്ക് സമാധാനം കിട്ടും. കലികാലത്ത് ശ്രീമദ് ഭാഗവത്തിനെ പോലെ അത്രയും പ്രസിദ്ധി ആർജിച്ച ശ്രീദേവി ഭാഗവതം കർക്കിടക മാസത്തിൽ എല്ലാ സജ്ജനങ്ങൾക്കും പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമായി തീരും. ദേവിയുടെ അവതാര കഥകളെ മുഴുവനും എടുത്തു കാണിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ട് ശ്രീദേവി ഭാഗവതം എല്ലാ സജ്ജനങ്ങൾക്കും ഉപകാരപ്രദമായിരിക്കും. ദേവി ഭാഗവതം എല്ലാ ക്ഷേത്രങ്ങളിലും വീടുകൾ തോറും പാരായണം ചെയ്താൽ ആ ദേവിയുടെ എല്ലാവിധ ഐശ്വര്യാദികളും വാരി വർഷിക്കപ്പെടും. ക്ഷേത്രങ്ങളിൽ നവാഹമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ദേവി ഭാഗവത നവാഹ യജ്ഞം. പല ക്ഷേത്രങ്ങളിലും 3 യജ്ഞമായിട്ടാണ് നടത്തുന്നത്. കർക്കിടക മാസം മുഴുവനും ദേവിയെ ആരാധിക്കുന്ന രീതിയിൽ 3 നവാഹ യജ്ഞമായിട്ട് നടത്തുകയാണ് ചെയ്യുന്നത്. വിശിഷ്ടമായ ആ ദേവിയുടെ പലവിധ ലീലാവതാര കഥകളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വ്യാസഭഗവാൻ ശ്രീദേവി ഭാഗവതത്തിൽ. ആ ദേവി ഭാഗവതം പാരായണം ചെയ്യുകയോ ആ ദേവിയുടെ നാമങ്ങളെ ജപിക്കുകയോ ചെയ്യുന്ന സജ്ജനങ്ങൾക്ക് കർക്കിടക മാസം മുഴുവന് മാത്രമല്ല എല്ലാ ജീവിതം മുഴുവനും മനഃശാന്തിയും അതുപോലെ ആയുരാരോഗ്യ സൗഖ്യവും സർവത്ര ഐശ്വര്യാദികളെയും ദേവി വാരി വർഷിക്കുന്നുണ്ട്. ത്രിമൂർത്തികൾക്ക് പോലും ദേവിയാണ് ആധാരം. ദേവി അവിടെ അവതരിച്ചില്ലെങ്കിൽ ദേവന്മാർക്ക് പോലും സ്വസ്ഥതയുണ്ടാവില്ല. അനവധി രാക്ഷസന്മാരെ ശുംഭാശുംഭൻ, ചണ്ഡമുണ്ടൻ, മഹിഷാസുരൻ എന്നുള്ള അസുരന്മാരെയൊക്കെ വധിക്കാൻ വേണ്ടി ദേവി ഓരോരോ അവതാര രൂപങ്ങൾ എടുത്തു. അതുവഴിയാണ് ആ രാക്ഷസന്മാരെ വധിച്ചപ്പോൾ ദേവാദിദേവന്മാരെല്ലാം വേണ്ടവണ്ണം സ്തുതിച്ചു ദേവീനെ. അങ്ങനെ ദേവി അനവധി രൂപങ്ങളായിട്ട് നമുക്ക് കാണാം. പല ക്ഷേത്രങ്ങളിൽ പല രൂപങ്ങളായിട്ട് നമുക്ക് ദേവിയെ കാണാൻ സാധിക്കും. കൊടുങ്ങല്ലൂർ അമ്മയായിട്ടും ചോറ്റാനിക്കര ഭഗവതിയായിട്ടും മൂകാംബിക ദേവിയായിട്ടും അതുപോലെ പാലക്കാട്ടിലെ വടക്കന്തറ ദേവിയായിട്ടും ഇങ്ങനെ പല രൂപങ്ങളിൽ നമുക്ക് ദേവിയെ കാണാൻ സാധിക്കും. ഉപാസന ആയിട്ട് ചില വീടുകളിൽ ദേവി ഉപാസനയുണ്ട്. ആ ഉപാസനയിലൂടെയാണ് അവരുടെ കുടുംബം ഉയർന്നു വന്നിരിക്കുന്നത്. നമ്മുടെ പുരാതനത്തിലുള്ള ആൾക്കാർ, നമ്മുടെ മുത്തശ്ശിമാരെല്ലാം അനുഷ്ഠിച്ചിരുന്ന ആ ദേവി പൂജ ഇന്ന് പല വീടുകളിലും തുടർന്നു കൊണ്ടുവരികയാണ്. കാരണം ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ആ കുടുംബത്തിൽ
സന്തോഷവും മനസ്സമാധാനവും സൽസന്ധാനങ്ങളും എല്ലാം ഭംഗിയായിട്ട് ഉണ്ടായത്. ആ ദേവിയെ ആരാധിക്കുന്ന സജ്ജനങ്ങൾ കർക്കിടക മാസത്തിലാണ് പ്രത്യേകിച്ചും ദേവിക്കുള്ള പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിക്കലും ദേവിയെ നവരാത്രി രൂപത്തിലും അതുപോലെ തന്നെ 9 ദിവസങ്ങളിൽ ഈ അവാഹമായിട്ട് കഴിക്കുന്ന ദിവസങ്ങളിൽ 9 ദിവസവും മംഗള സ്ത്രീകൾക്ക് പട്ടുവസ്ത്രങ്ങളും അതുപോലെ തന്നെ ദക്ഷിണയായിട്ടും അന്നദാനമായിട്ടും കൊടുക്കുന്ന പതിവും ഉണ്ട്. ഇതുകൂടാതെ കുമാരി പൂജ എന്നുള്ള പൂജയും നടത്താറുണ്ട്. 9 ചെറിയ കുട്ടികളെ വിളിച്ച് അവർക്ക് ഭോജനം കൊടുത്ത് ദക്ഷിണ കൊടുത്ത് വസ്ത്രം, അതോടൊപ്പം ഒരു കണ്ണട, ഒരു കുങ്കുമച്ചൊപ്പ്, മുല്ലപ്പൂവ്, നാളികേരം എന്നതെല്ലാം വെച്ച് കൊടുക്കുന്ന ഒരു വിശേഷതയും ഉണ്ട്. കുമാരി പൂജ എന്ന് പറയാം. ഈ കുമാരി പൂജ കർക്കിടക മാസത്തിൽ 9 ദിവസം നടത്തിയാൽ തന്നെ വളരെ വിശിഷ്ടമാണ്. ദേവിയെ ആരാധിക്കുന്നത് പോലെയാണ് കുമാരി പൂജ നടത്തുന്നത്. ആ കുമാരി പൂജ നടത്തുമ്പോൾ ആ ഗൃഹങ്ങളിൽ ദേവി പല രൂപത്തിലും കളിയാടിക്കൊണ്ടിരിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് കർക്കിടക മാസത്തിലെ എല്ലാ സജ്ജനങ്ങളും ദേവിയെ വേണ്ടവണ്ണം ആശ്രയിച്ചാൽ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും മനസ്സമാധാനവും സർവത്ര ഐശ്വര്യാദികളെയും ദേവി വാരിവർഷിക്കപ്പെടും. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പണ്ടുകാലത്തുള്ള നമ്മുടെ മാണികളെല്ലാം അവരൊക്കെ കൃഷിസ്ഥലത്ത് പോയി കൃഷി ചെയ്ത് കൊണ്ടുവന്ന് നെല്ല് അതുപോലെ പച്ചക്കറികൾ ഇതൊക്കെ ഉണ്ടാക്കിയാണ് അന്നത്തെ ജീവിതം നടത്തിയത്. ഇന്ന് കൃഷിസ്ഥലമില്ല, അതുപോലെ പച്ചക്കറി ഉണ്ടാക്കാനുള്ള ആളുകളില്ല, പച്ചക്കറി ഉണ്ടാക്കാനുള്ള സ്ഥലവുമില്ല, അതിനുള്ള ആരോഗ്യവും ഇല്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എല്ലാം നമ്മൾ മേടിച്ചാണ്, കടയിൽ നിന്ന് വാങ്ങിയാണ്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അതിൽ പലവിധ ബാക്ടീരിയ ഉള്ളതുകൊണ്ട് നമ്മൾ ആരോഗ്യക്കുറവ് വരികയും പലവിധ വ്യാധികൾ വരികയും ചെയ്യുന്നുണ്ട്. ഈ വ്യാധികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് കർക്കിടക മാസം മുഴുവനും മാംസാദികളൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത്. മദ്യപാനം, മാംസാദികൾ ഇതൊക്കെ കർക്കിടക മാസം മുഴുവനും ഉപേക്ഷിക്കണം. ദേവിയെ ആരാധിച്ചുകൊണ്ട് മാത്രം ഈ കർക്കിടക മാസം 1 മാസക്കാലം കഴിക്കണം. അങ്ങനെയുള്ള വിശിഷ്ടമായ ഈ കർക്കിടക മാസം മുഴുവനും എല്ലാ ദേവീ ക്ഷേത്രങ്ങളിലും ഓരോരോ വിധത്തില് ഈ യജ്ഞം, ദേവി യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ദിവസം പങ്കുകൊണ്ട് ആ ദേവി ഭാഗവത കഥാശ്രവണം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം സഫലമായി തീരും. മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത് വളരെ ദുർലഭമാണ്. ആ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടും നമ്മൾ അതിനെ വേണ്ടവണ്ണം ഉപകരിക്കാതെ വൃഥാ കളഞ്ഞാൽ അടുത്ത ജന്മം നമുക്ക് മനുഷ്യജന്മമുണ്ടോ എന്ന് പോലും പറയാൻ സാധിക്കില്ല. ഈ ജന്മം ഭഗവാൻ നമ്മളെ മനുഷ്യനായിട്ട് അവതരിപ്പിച്ചു. എന്തിനു വേണ്ടി? ദേവിയെ സേവിക്കാൻ വേണ്ടി, ആ ദേവിയെ വേണ്ടവണ്ണം ആശ്രയിക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ ഈ മനുഷ്യജന്മം സഫലമാകണമെങ്കിൽ ആ ദേവിയുടെ തിരുനാമ കീർത്തനങ്ങൾ ജപിച്ചും അതുപോലെ ക്ഷേത്രങ്ങളിൽ ചെന്ന് ഭഗവതിയെ വേണ്ടവണ്ണം നമസ്കരിച്ചുകൊണ്ടും ദേവി ഭാഗവതവും ലളിതാസഹസ്രനാമ പാരായണവും കൊണ്ടും നമുക്ക് ആയുരാരോഗ്യവും അതുപോലെ തന്നെ സകലവിധ കുടുംബ ഐശ്വര്യങ്ങളും ദേവി വാരി വർഷിക്കപ്പെടും. അങ്ങനെയുള്ള വിശിഷ്ടമായ ഈ കർക്കിടക മാസത്തിൽ എല്ലാ സജ്ജനങ്ങൾക്കും വേണ്ടി രാമായണ പാരായണവും എല്ലാ ക്ഷേത്രങ്ങളിലും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും ദിവസേന രാവിലെ മുതൽ രാമായണ പാരായണം തുടങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള രാമായണ പാരായണ ശ്രവണവും എല്ലാ സജ്ജനങ്ങളും ഈ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വിശിഷ്ടമായ കർക്കിടക മാസം കലി ബാധിക്കാതെ നമുക്ക് ഇരിക്കണമെങ്കിൽ ദേവിയെ ആശ്രയിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. ദേവന്മാരും ഋഷീശ്വരന്മാരും ബ്രഹ്മദേവനോട് ചോദിച്ചു, കലി ബാധിക്കാത്ത സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, നൈമിഷാരണ്യം എന്ന സ്ഥലമാണ് കലി ബാധിക്കാത്ത സ്ഥലം. അവിടെ ചെന്ന് ആ ശ്രീശുഖം പാടിയ 88,000 മഹർഷിമാർക്കും ശൗനകാദികൾക്കും കൂടി നൈമിഷാരത്തിലിരുന്ന് പാടിക്കൊടുത്ത ആ കഥകള് ആ പുണ്യഭൂമിയിൽ ചെന്ന് പാദസ്പർശനം നടത്തിയാൽ, അവിടെ നിന്ന് നമസ്കരിച്ചാൽ സകലവിധമായ പാപങ്ങളും ഇല്ലാതാവും. അത്രയ്ക്കും വിശിഷ്ടമായ കലി ബാധിക്കാത്ത ഒരു പുണ്യഭൂമിയാണ് നൈമിഷാരണ്യം. അവിടെ ഇന്നും കാട് തന്നെയാണ് ആ നൈമിഷാരണ്യത്തില്. അന്നത്തെ ഋഷീശ്വരന്മാർ 88,000 ഋഷീശ്വരന്മാരും ഗോമതി നദിയിൽ സ്നാനം ചെയ്ത് അവിടെയുള്ള മരച്ചുവട്ടിലിരുന്നു കൊണ്ട് സന്ധ്യാവന്ദനാദികളും അഗ്നിഹോത്രാദികളും ചെയ്ത ശേഷം
സൂതൻ പാടുന്ന കഥ കേൾക്കാനായിട്ട് നൈമിഷാര ക്ഷേത്രത്തിലേക്ക് വന്നു. അവരെല്ലാവരും അന്നത്തെ കാലത്ത് മൈക്ക് സെറ്റോ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജ്ഞാന ശക്തി കൊണ്ടാണ് അവർ ഈ കഥകളെയൊക്കെ അന്ന് കേട്ടത്. അവർ ആഹാരമായി കഴിച്ചത് അവിടെയുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളെയുമാണ് ആഹാരമായിട്ട് കഴിച്ചത്. 1000 വർഷമാണ് അവർ ഈ കഥകളെ ശ്രവണം ചെയ്തത്. അങ്ങനെ വിശിഷ്ടമായ ശ്രീദേവി ഭാഗവതം ജനമേജയൻ താൻ ചെയ്ത പാപകർമ്മം തീരാനായിട്ട് വ്യാസമഹർഷിയുടെ അടുക്കലേക്ക് വരികയാണ്. തൻ്റെ അച്ഛനായ പരീക്ഷിത്തിനെ ഒരു സർപ്പം കടിച്ചാണ് മരിച്ചത് എന്ന് കണ്ട് സർപ്പയാഗം നടത്തി അനവധി സർപ്പങ്ങൾ ആ യാഗകുണ്ഡത്തിൽ വീണ് മരിച്ചതോടുകൂടി പാപകർമ്മമാണ്, ബ്രഹ്മഹത്യാദോഷമാണ് വന്നത്. നാരദർ പറഞ്ഞു, ഈ ബ്രഹ്മഹത്യാദോഷം തീരണമെങ്കിൽ ദേവി ഭാഗവതം ശ്രവണം ചെയ്യണം എന്നങ്ങനെ. വ്യാസഭഗവാന്റെ ആശ്രമത്തിൽ ചെന്നാൽ ദേവി ഭാഗവതം ശ്രവണം ചെയ്യാം എന്ന് നാരദ മഹർഷി പറഞ്ഞതനുസരിച്ചാണ് ജനമേജയൻ വ്യാസഭഗവാന്റെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു വന്നത്. അവിടെ ആ ദേവിയുടെ കഥകളെ ഓരോ ദിവസവും ഭംഗിയായിട്ട് ശ്രവണം ചെയ്ത് ആ ജനമേജയൻ അവസാനം നവരാത്രി മണ്ഡപം നിർമ്മിക്കുകയും ആ നവരാത്രി മണ്ഡപത്തിൽ ദേവിയെ പ്രതിഷ്ഠിക്കുകയും നവരാത്രി ആഘോഷമായിട്ട് കൊണ്ടാടുവാനും തീരുമാനിച്ചു. അംബികായാഗം ജനമേജയൻ നടത്തി. ആ അംബികയുടെ പരിപൂർണമായ അനുഗ്രഹം കിട്ടാനും തൻ്റെ അച്ഛന് മുക്തി കിട്ടുവാനും താൻ ചെയ്ത പാപകർമ്മം തീരുവാനും ബ്രഹ്മഹത്യാദോഷം തീരുവാനും വേണ്ടി അംബികായാഗവും ജനമേജയൻ നടത്തി. അങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള ആ ശ്രീമദ് ദേവി ഭാഗവതം കർക്കിടക മാസത്തിൽ വളരെ വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നവരാത്രി കാലത്താണ് ഈ ശ്രീമദ് ദേവി ഭാഗവതം പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നവരാത്രിയോടനുബന്ധിച്ചൊക്കെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ കർക്കിടക മാസം ഒരു അനുഗ്രഹീത മാസമായി തീരുവാൻ ദേവിയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കേണ്ടത് അത്യാവശ്യമാണ്. തിരുനാമം കൊണ്ടും ശ്രീ ലളിതാ സഹസ്രനാമ പാരായണം കൊണ്ടും ശ്രീദേവി ഭാഗവത പാരായണം കൊണ്ടും ഈ കർക്കിടക മാസം ജീവിതം സഫലമാക്കാൻ എല്ലാ സജ്ജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദേവിയെ ശരണം, അമ്മയെ ശരണം, ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതിയെ ശരണം.